കടൽ തീരത്ത് മണ്ണിൽ നിന്നും 200 വർഷം പഴക്കമുള്ള വിഗ്രഹം കണ്ടെത്തി. ഇരു കൈകളിലും രുദ്രാക്ഷം ധരിച്ച ഒരു മഹർഷിയുടെ പ്രതിമ തകർന്ന നിലയിലാണ് കണ്ടെത്തിയതും. ഏതാണ്ട് 20 വർഷം പഴക്കമാണ് ഇതിന് കണക്കാക്കപ്പെടുന്നതും. മറ്റൊരു നഗർ വിഗ്രഹവും ഒരടി പൊക്കമുള്ള ഒരു സ്ത്രീയുടെ രൂപത്തിലുള്ള ഒരു വിഗ്രഹവും അതിനടുത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. തിരുച്ചെന്തൂർ കടൽ തീരത്ത് വെച്ചാണ് വിഗ്രഹം പൊങ്ങി വന്നതും. ഇതിനെ കടലിന് മാറ്റമുണ്ടാകുമ്പോൾ നിരവധി ചരിത്രനിധികൾ ലഭിക്കാറുണ്ട് എന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി തിരുച്ചെന്തൂരിൽ കടക്ഷോഭം തുടരുകയാണ്. ഇരു കൈകളിലും രുദ്രാക്ഷം ധരിച്ച മഹർഷിയുടെ പ്രതിമ തകർന്ന നിലയിലായിരുന്നു കണ്ടെത്തിയതും. ഈ പുരാതന വിഗ്രഹങ്ങളെ ഭക്തർ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കടൽ തീരത്ത് മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയ വിഗ്രഹങ്ങൾ സംരക്ഷിക്കാൻ ഹിന്ദു മത ചാരിറ്റീസ് വകുപ്പ് നടപടി സ്വീകരിക്കുമെന്നും ഭക്തരുടെ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നതും. അലിഗഡിൽ അതേപോലെ തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഡൽഹി ഗേറ്റിന് സമീപം മുസ്ലിം ഭൂരിപക്ഷമായി താമസിക്കുന്നിടത്തായിരുന്നു ക്ഷേത്രം കണ്ടെത്തിയതും. ഖന്നാദേവി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സരായ മിയർ അവിടെയാണ് കണ്ടെത്തിയ ശിവക്ഷേത്രമുള്ളത്. ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നതും. പൂട്ടിക്കിടന്നിരുന്ന ക്ഷേത്രത്തിന്റെ കവാടങ്ങൾ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലായിരുന്നു കണ്ടെത്തിയപ്പോൾ. കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തപ്പോഴായിരുന്നു വിഗ്രഹം കണ്ടെത്തിയതും. ശിവലിംഗത്തിന്റെയും ബജ്രംഗ് ബലിയുടെയും വിഗ്രഹങ്ങളായിരുന്നു കണ്ടെത്തിയതും. ക്ഷേത്രം പുനഃസ്ഥാപിച്ചുകൊണ്ട് പൂജകൾ ആരംഭിക്കുമെന്നും ഭക്തർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സാമുദായിക സംഘർഷം ഭയന്നുകൊണ്ട് പ്രദേശത്തെ ഹിന്ദുക്കൾ പലായനം ചെയ്തതോടെയായിരുന്നു ക്ഷേത്രം അനാഥമായതെന്നും പ്രദേശവാസികൾ പറയുന്നു. അതേസമയം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ മറ്റൊരു ക്ഷേത്രം ഇവിടെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു ക്ഷേത്രം കണ്ടെത്തിയതും. സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനായി പ്രദേശത്ത് പോലീസിനെയും അവർ വിന്യസിപ്പിച്ചതായും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതേസമയം ഇതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ സംഫാലിൽ നിന്ന് പൊടിമൂടിയ നിലയിൽ ശിവലിംഗവും ഹനുമാൻ വിഗ്രഹവും കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ 46 വർഷമായി അടച്ചിട്ട ക്ഷേത്രത്തിന് പുനർജന്മം ലഭിച്ചിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടയിലായിരുന്നു പുരാതന ശിവക്ഷേത്രം കണ്ടെത്തിയതും. 1978 മുതൽ അടച്ചിട്ടിരിക്കുന്ന ക്ഷേത്രത്തിന്റെ കിണർ കെട്ടിട അവശിഷ്ടങ്ങൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു. ഷാഹി ജുമാ മസ്ജിദ് പ്രദേശത്തായിരുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്തതും. ഇത് ഭഗവാൻ ശിവന്റെ ക്ഷേത്രമാണ്. 1978 വർഗീയ കലാപത്തെ തുടർന്ന് ഹിന്ദു കുടുംബങ്ങൾ പ്രദേശത്തു നിന്ന് പലായനം ചെയ്തിരുന്നു. പിന്നീട് ഒരു പണ്ഡിറ്റും ഇവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നും ഹിന്ദു സഭയുടെ രക്ഷാധികാരിയായ വിഷ്ണു ശരൺ പറഞ്ഞിരുന്നു. പ്രദേശത്തെ വൈദ്യുതി മോഷണവും അനധികൃത കയ്യേറ്റവും അന്വേഷിക്കാൻ എത്തിയതായിരുന്നു ADM വന്ദന മിശ്ര. ഇതിനിടയിലായിരുന്നു താമസക്കാർ അടച്ചിട്ട ക്ഷേത്രം ശ്രദ്ധയിൽപ്പെട്ടതും. അതേപോലെ തന്നെ സമാജ്വാദി MP ആയ സിയാബുർ റഹ്മാൻ ബർക്കിന്റെ വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും. ശിവലിംഗവും ഹനുമാന്റെയും നന്ദിയുടെയും വിഗ്രഹം പൊടിപിടിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയതും. ക്ഷേത്രം വൃത്തിയാക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.